പെരുംതേനീച്ചയുടെ ആക്രമണ സാധ്യത കണക്കിലെടുത്ത ഇടുക്കി രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. രാജകുമാരി എസ്റ്റേറ്റ് കോളനിയിലുള്ള 40ഓളം കുടുംബങ്ങളെയാണ് ക്യാമ്പിലേക്ക് മാറ്റിയത്. കോളനിക്ക് സമീപത്തെ വൻമരത്തിലുള്ള പെരുംതേനീച്ച കൂടുകൾ ഒഴിവാക്കി രാജകുമാരി പഞ്ചായത്ത് നടപടി ആരംഭിച്ചു. പറവകളോ പരുന്തോ വന്നാലും ശക്തമായ കാറ്റ് വീശിയാലും ആശങ്കയുടെ നെഞ്ചെടുപ്പാണ് ഖജനാപ്പാറയ്ക്ക് സമീപത്തെ രാജകുമാരി എസ്റ്റേറ്റ് കോളനി നിവാസികൾക്ക്. കോളനിക്ക് സമീപത്തെ വൻമരത്തിലുള്ള 40ഓളം പെരുന്തേനീച്ച കൂടുകൾ ഒഴിവാക്കാൻ രാജകുമാരി പഞ്ചായത്ത് മുൻകൈയെടുത്ത് നടപടി സ്വീകരിച്ചത് കോളനി നിവാസികൾക്ക് ആശ്വാസമാവുകയാണ്. പെരുന്തേനീച്ചകളെ തുരത്തി തേനെടുത്ത ശേഷം മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റാൻ മന്നാൻ വിഭാഗത്തിൽപ്പെട്ട സംഘം സ്ഥലത്തെത്തി. ഇതിനു മുന്നോടിയായി കോളനിയിലെ 40ഓളം കുടുംബങ്ങളെ രാജകുമാരി കമ്മ്യൂണിറ്റി ഹാളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഉദ്യമം അവസാനിക്കുന്നതുവരെ 40 കുടുംബങ്ങളിലുള്ള 60ഓളം അംഗങ്ങളെ കമ്മ്യൂണിറ്റി ഹാളിൽ താമസിപ്പിക്കാനാണ് തീരുമാനമെന്ന് രാജകുമാരി പഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജു പറഞ്ഞു. വേനൽക്കാലമായപ്പോൾ തേനീച്ചകൾ ഇളകി അവിടെ അടുത്തടുത്ത് വീടുകളുള്ള ഏകദേശം 40ഓളം വീടുകൾ തൊട്ടടുത്തടുത്തായിട്ട് താമസിക്കുന്ന ആളുകളാണ്. നിരവധി കൊച്ചുകുട്ടികളടക്കമുള്ള ആളുകളെ കടിക്കുകയും ഉപദ്രവിക്കുകയും അതോടൊപ്പം തന്നെ വളർത്തുമൃഗങ്ങളെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ കൊണ്ട്, ഈ രംഗത്ത് പ്രാവീണ്യമുള്ള ആളുകളെ കൊണ്ട് ഈ മരം വെട്ടിയിട്ട് തേനീച്ചകളെ മറ്റൊരു സ്ഥലത്തേക്ക് ഒഴിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്. ആദിവാസി വിഭാഗത്തിലുള്ള മന്നാൻ സമുദായ അംഗങ്ങൾക്ക് പുറമെ വനം വകുപ്പിന്റെയും അഗ്നിശമന സേനയുടെയും സഹകരണത്തോടെയാണ് തേനീച്ചകളെ തുരത്തി അപകട ഭീഷണി ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുന്നത്. തേനീച്ച ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ 1.5 പതിറ്റാണ്ടോളമായി വിവിധ സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങിയിരുന്നെങ്കിലും പ്രശ്നത്തിന് ഇപ്പോഴാണ് പരിഹാരമാർഗം തെളിഞ്ഞത്. രാവിലെ ലൈറ്റ് ഇടുമ്പോൾ താഴത്തുള്ള വീട്ടിലേക്ക് എല്ലാം വരും. ഇപ്പം മേലിലുള്ള വീട്ടുകളൊക്കെ വരാൻ തുടങ്ങി. ലൈറ്റ് ഇടാൻ പറ്റത്തില്ല. വൈകുന്നേരം 2-3 മണിയായ വരട്ടിയിട്ട് എല്ലാവരും കൊത്തിയിട്ട് പേടിയായിട്ട് ലൈറ്റ് പോലും ഇടുന്നില്ല. ഭക്ഷണത്തിനകത്തും വെള്ളത്തിനകത്തും വണ്ടി ഒന്ന് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാത്തിലും തേനീച്ചയുടെ ഭയങ്കര ശല്യമായിരുന്നു ഈ കുറേ വർഷങ്ങളായിട്ട്. ഇപ്പോൾ ശല്യം ഒത്തിരി വന്നപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പരാതി കൊടുത്തായിരുന്നു. 3 വർഷം മുൻപ് പെരുന്തേനീച്ചയുടെ ആക്രമണത്തിൽ കോളനിയിലെ ചെല്ലാണ്ടി കറുപ്പൻ എന്നയാൾ മരിക്കുകയും ഒട്ടേറെ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മാസങ്ങൾക്ക് മുൻപ് 1.5 വയസ്സുകാരനെയും തേനീച്ച ആക്രമിച്ചിരുന്നു. തേനീച്ച ശല്യം കാരണം വളർത്തുമൃഗങ്ങളെ വളർത്താൻ പോലും ഇവിടുത്തുകാർക്ക് കഴിഞ്ഞിരുന്നില്ല. രാത്രി സമയത്ത് വീടുകളിൽ ലൈറ്റ് തെളിച്ചാലും തേനീച്ചകൾ ഇരമ്പിയെത്തും. മുൾമുനയിലുള്ള ജീവിതത്തിന് പരിഹാരം വേണമെന്ന് നാട്ടുകാർ കാലങ്ങളായി ആവശ്യപ്പെട്ടിരുന്നു. പരിഹാരമാർഗം തെളിഞ്ഞതിൽ വലിയ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ. ന്യൂസ് മലയാളം, ഇടുക്കി.